ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് ആണ് ഈ വീഡിയോ ഇടാനായിട്ട് കാരണം 42 ആയിട്ടുള്ള ഒരു ഫീമെയിൽ പേഷ്യൻ്റ്. അവരുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വരിയിലെ മുന്നിലെ പല്ലുകൾ ചെറുതായിട്ട് ഇളകുന്നുണ്ടോ എന്നൊരു സംശയം അവർക്ക്. അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയുള്ള സാധനങ്ങൾ അവർ കഴിഞ്ഞ ദിവസം ഒരു ലഡു കടിച്ചു എന്നാണ് പറഞ്ഞത്. ലഡു നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ലഡുകൾ അത്ര വലിയ ഉറപ്പുള്ളതല്ല. എന്നിരുന്നാൽ പോലും ലഡു കടിച്ചപ്പോൾ അവരെ പല്ല് ഇളകുന്ന പോലെ അവർക്ക് തോന്നി. അവർ പെട്ടെന്ന് തന്നെ കണ്ണാടിയിൽ പോയി നോക്കി. അപ്പം ശരിയാണ്, അത് ഇളകുന്നുണ്ട്. അപ്പൊ എന്താണ്, ഭയങ്കര പേടിയോടെയാണ് ഞാനൊന്ന് ക്ലിനിക്ക് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആളിവിടെ ഉണ്ട്. അപ്പം ആകെ വെപ്രാളത്തിലാണ് എന്നോട് സംസാരിച്ചത്. എന്റെ പല്ല് കൊഴിഞ്ഞു പോവോ ഡോക്ടർ, ഈ പല്ല് ഉറപ്പിക്കാൻ ഇനി എന്താ ചെയ്യാ, ഇങ്ങനെ ഒരു 100 ചോദ്യങ്ങളായിരുന്നു. അപ്പം ഞാൻ അവരെ ആദ്യം സമാധാനപ്പെടുത്തി. അതിനുശേഷം ചോദിച്ചു, ഇനി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അപ്പം ഇല്ല ഡോക്ടറെ, എനിക്കൊന്നും കഴിക്കാൻ, എനിക്ക് പേടിയാവുക പല്ലിൽ എന്തെങ്കിലും തട്ടുമ്പോൾ. ബ്രഷ് പോലും ഞാൻ മര്യാദയ്ക്ക് ചെയ്തില്ല, കാരണം ബ്രഷിങ് ചെയ്യുമ്പോൾ അത് ഇളകി പോകുന്നുള്ള ഭയമായിരുന്നു എനിക്കെന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഈ അവസ്ഥ എന്ന് നിങ്ങൾക്കറിയോ? ഇതാണ് മോണരോഗം. മോണരോഗം ഏജ് റിലേറ്റഡ് ആയിരുന്നു ഒരു കാലം വരെ. മോണരോഗത്തിന്റെ തുടക്കം എപ്പോഴും നമ്മളുടെ കൃത്യമായ ക്ലീനിങ് ഇല്ലാത്ത അവസ്ഥയിലാണ് കാണാറ്. ചെറിയ രീതിയിൽ ബ്ലീഡിങ്ങോടെ തുടങ്ങുന്ന അവസ്ഥയാണ് മോണരോഗത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നോട്ടീസ് ചെയ്യാം പല്ല് തേക്കുമ്പോഴാണ്. അതായത് നമ്മള് ബ്രഷും പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ ആ പത നമ്മൾ കുത്തിക്കളയുമ്പോൾ ആ കുത്തിയ അതിൽ നമ്മൾ ബ്ലഡ് സ്റ്റെയിൻസ് കാണുമ്പോഴാണ് നമ്മൾ പല്ലിന്ന് ബ്ലഡ് വരുന്നു എന്നുള്ളത് നോട്ടീസ് ചെയ്യാം. അതൊന്നും ആദ്യം നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അല്ലെ. മോണരോഗത്തിന്റെ ആദ്യത്തെ സൈൻ ആണ് ഈ പല്ലിൽ നിന്ന് ബ്ലഡ് വരുന്നത്. അപ്പൊ അത് മുതൽ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്, മോണരോഗം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇനി മോണരോഗത്തിന്റെ അടുത്ത സ്റ്റേജ് എന്താണ്? ബ്ലഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മോണയെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മോണയുടെ ആ ഒരു നോർമൽ രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ട് മോണ കുറച്ച് തടിപ്പോടെ ഇരിക്കുന്നു, തൊട്ട് കഴിഞ്ഞാൽ ബ്ലീഡ് ആവുന്നു, മോണയുടെ അടുത്തായിട്ട് പല്ലിന് താഴെയായിട്ട് അഴുക്ക് കാണുന്നു. ഈ ഒരു കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകേണ്ടതാണ്. എന്താണ് ഇതിന്റെ കാരണം? നമ്മളുടെ പല്ലിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, കാൽക്കുലസ്, പ്ലാക്ക്, ഇവയാണ് ഈ അഴുക്കിന് കാരണമാകുന്നത്. ഇത് എപ്പോഴാണ്, എത്ര കാലം നിങ്ങൾ കൊണ്ട് നടന്നിട്ടാണ് ട്രീറ്റ്മെന്റിന് വരുന്നത് എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടാണ് അതിന് എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്തുന്നുള്ളത്. ഓക്കെ. അപ്പം ഇന്ന് രാവിലെ വന്നിട്ടുള്ള ആ പേഷ്യന്റിനെ പോലെ നിങ്ങളും നേരം വൈകുകയാണ് എങ്കിൽ, അവരുടെ വായിൽ ഞാൻ നോക്കിയപ്പോ കണ്ടത് ഈ കാൽക്കുലസ് താഴെ വരയുടെ പല്ലിന്റെ ഉൾഭാഗത്തായിട്ട് സിമന്റ് ഇട്ട് വെച്ചതുപോലെ പല്ലിനെ കാണാത്ത വിധം കവേർഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. ആ ഭാഗത്ത് ആ പല്ലുകള് ഇത്രയും കാലം ഇളകാതെ നിന്നതിന് കാരണം ആ കാൽക്കുലസ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ആ കാൽക്കുലസ് ഇന്നലെ ലഡു തിന്ന സമയത്ത് അതിന് മുമ്പ് എന്തോ ഒന്ന് കടിച്ച സമയത്ത് ഒന്ന് പൊട്ടി ആ പല്ലിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. അത് ഇളകിപ്പോയി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കാൽക്കുലസ് വേണോ പല്ലിനെ സപ്പോർട്ട് ചെയ്യാൻ? ഒരിക്കലും വേണ്ട. അത് അഴുക്കടിഞ്ഞു കൂടി അതിൽ ബാക്ടീരിയാസ് വളർന്ന് ഈ ബാക്ടീരിയാസ് നമ്മളുടെ മോണയെ അറ്റാക്ക് ചെയ്ത് മോണയുടെ ഉള്ളിലുള്ള എല്ലിനെ അറ്റാക്ക് ചെയ്ത് ആ എല്ല് താഴ്ന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ, പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും താഴോട്ട് എല്ല് പോകുന്ന കണ്ടീഷനിൽ സംഭവിക്കുന്നതാണ് ഈ പല്ലിന് ഇളക്കം വരിക എന്നുള്ളത്. അത് എന്ത് സംഭവിച്ചാലും അതൊരു 2 ഇയേഴ്സിനുള്ളിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് ചിലരിൽ. ഇനി അത് എപ്പോഴാ പെട്ടെന്ന് സംഭവിക്കുക? നമുക്ക് മറ്റ് സിസ്റ്റമിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ സംഭവിക്കുന്നതായിരിക്കും. എക്സാമ്പിൾ, നമുക്ക് ഷുഗർ ഒക്കെ ഉണ്ടെങ്കിൽ, ബ്ലഡ് ഷുഗർ, ഡയബറ്റിസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് കാണുന്ന പേഷ്യൻസിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞവരോട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യണം, നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ, അത് ചെയ്യാമെന്ന്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ ഷീസ് ഡയബറ്റിക്. അപ്പൊ അത് ഇതിനൊരു കാരണമാണ്. ഓക്കെ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ പല്ല് ക്ലീൻ ചെയ്യാന്ന്. പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പല്ലിന് ഇളക്കം വന്നിട്ടുള്ള കണ്ടീഷൻസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ കുറച്ച് ഡീപ് സ്കെയിലിംഗ് എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ
പെരിയോഡോണ്ടൽ സർജറി ആയിട്ടുള്ള ഫ്ലാപ്പ് സർജറി എല്ലാം ചെയ്തിട്ട് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കും അത് ഒബ്വിയസ്ലി അത് കോസ്റ്റ്ലി ആണ്, കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്, ധരിപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കണ്ടീഷൻസ് നിങ്ങളെ വായിലുണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചു ചിന്തിക്കാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റിലേക്ക് പോവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം പല്ലുകളുടെ സ്വാഭാവികത എന്ന് പറയുന്നത് അത് ഉറപ്പോടെ നമ്മളെ വായിൽ നിൽക്കുമ്പോഴാണ്. നമുക്ക് ചവയ്ക്കുമ്പോഴൊക്കെ ബലക്കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കണം അത് മോണരോഗത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മോണയുടെ അകത്തേക്ക് കയറി പോകുന്നുണ്ടെങ്കിൽ അത് മോണരോഗം കൊണ്ടാണ്. അപ്പം പല്ലിന്റെ ഇടയിൽ കുടുങ്ങുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പല്ല് കേടായത് കൊണ്ടാണ്. മോണയുടെ ഇടയിലേക്ക് കുടുങ്ങി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾ അത് എടുത്തു കളയുന്ന ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും അത് മോണരോഗത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം പല്ല് ക്ലീൻ ചെയ്യുന്നത് എല്ലാ 6 മാസവും ചെയ്യാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്നതിന്റെ കാരണം നിങ്ങളുടെ മോണരോഗത്തിന്റെ സ്റ്റേജസ് അത്ര അഡ്വാൻസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം മോണരോഗം മെയിൻ ആയിട്ട് നമ്മൾ 2 രീതിയിലാണ് പറയാം, ജിഞ്ചവൈറ്റിസ് ആൻഡ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയും. ജിഞ്ചവൈറ്റിസ് എന്ന് പറഞ്ഞാൽ മോണരോഗത്തിന്റെ തുടക്കം മാത്രമാണ്. അതിന്റെ സൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിങ് ഗംസ്, അതായത് മോണയിൽ നിന്ന് ചോര വരുന്നു. അതേപോലെ ഒരു സൈനാണ് ബാഡ് വായനാറ്റം എന്ന് നമ്മൾ പറയുന്നത്. അതും മോണരോഗത്തിന്റെ ഒരു സൈനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അടുത്ത സൈനിലേക്ക് എത്തുമ്പോഴൊക്കെയാണ് നമുക്ക് ഫുഡ് കുടുങ്ങുന്ന ഒരവസ്ഥ, പല്ലുകളുടെ ഇടയിൽ വിടവ് വരുന്ന ഒരവസ്ഥ, അതേപോലെ പല്ല് സ്വാഭാവികമായി മുമ്പ് എനിക്ക് ഇത്രയും പൊന്തിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ പല്ല് പൊന്തി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് എബവ് ഒരു 35 ആയി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് പറയുന്നുണ്ടെങ്കിൽ, ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ. ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പല്ല് പൊന്തുന്നത് എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? മോണരോഗം അത് ഒരു വില്ലൻ തന്നെയാണ്.